വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ബി.ടെക് S7 സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചറിൽ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊഡ്യൂൾ 1 ആണ് പറയുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ ബോൾട്ടഡും ഉണ്ട് വെൽഡഡും ഉണ്ട്. അതിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോൾട്ടഡ് കണക്ഷൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. ബോൾട്ടഡ് കണക്ഷൻ ഏകദേശമുള്ള പ്രോബ്ലംസ് എല്ലാം ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Question: Two plates of 16 mm thickness are lap joined using M20 bolt of grade 4.6. Determine the bolt value if Fe 415 steel plates are used. രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് 16 mm ആണ്. അതുപോലെ അത് ലാപ്പ് ജോയിൻഡ് ആണെന്നുള്ളൊരു കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബോൾട്ടിൻ്റെ ഗ്രേഡ് 20 എന്ന് വെച്ചാൽ M20 എന്ന് പറയുമ്പോൾ ബോൾട്ടിൻ്റെ ഡയ ആണ് നമ്മൾ 20 ആയിട്ട് എടുക്കുന്നത്. ഗ്രേഡ് 4.6 ബോൾട്ട് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ ആ ഒരു സ്ട്രെങ്ത്, ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടാണ് പറഞ്ഞേക്കുന്നത്. Fe 415 സ്റ്റീലാണ് എന്നും പറഞ്ഞിട്ട് വെച്ചാൽ പ്ലേറ്റിൻ്റെ Fe എന്ന് പറയുന്നത് 415 ആണ് പ്ലേറ്റിൻ്റെ ഗ്രേഡ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ബേസിക്കായിട്ട് പറഞ്ഞാൽ ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം എന്ത് എഴുതുക, ഗിവൺ ഡേറ്റ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഗിവൺ ഡേറ്റ് എഴുതുക. ഫിഗർ വരയ്ക്കാൻ അറിയാമെങ്കിൽ ഫിഗർ വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ടാണ്. സ്റ്റെപ്പ് 1 ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയ്യാനൊന്നുമില്ല, ഈ രണ്ടിൽ നിന്നും ഏതാണോ മിനിമം വാല്യൂ ആ മിനിമം വാല്യൂവിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് എല്ലാം എഴുതാം. സോ ഇവിടെ എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റയിൽ തന്നേക്കുന്നത്? ഗിവൺ ഡേറ്റയിൽ തിക്നെസ് 16 mm എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബോൾട്ടിൻ്റെ ഡയമീറ്റർ 20 mm എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ബോൾട്ടിൻ്റെ ഡയമീറ്റർ 20 mm എന്ന് തന്നിരിക്കുമ്പോൾ നമുക്കിപ്പോൾ അറിയാം ഒരു ബോൾട്ട് കയറ്റണമെങ്കിൽ അതിൻ്റെ ഹോൾ ബോൾട്ടിൻ്റെക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കണം. അപ്പോൾ എത്രത്തോളം വലുതായിരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ 73 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട കോഡ് IS 800 ാണ് എടുക്കേണ്ടത്. IS 800 പേജ് നമ്പർ 73 ടേബിൾ 19 ഇതെല്ലാം എഴുതണം. ടേബിൾ 19 എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ബോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 16-നും 22-നും ഇടയിലല്ലേ, കാരണം നമുക്കുള്ളത് 20 ആണ്. അപ്പോൾ 16-നും 22-നും ഇടയിലാണ്. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് വാല്യൂ നോക്കുക. എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് വാല്യൂ 2. അപ്പോൾ ഡയമീറ്റർ ഹോൾ കണ്ടുപിടിക്കുക. നമുക്കുള്ള ഡയമീറ്റർ പ്ലസ് ഇപ്പം കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് വാല്യൂ 2. നമുക്കപ്പം ബോൾട്ടിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 22 mm എന്ന് കിട്ടും. 22 mm. ഇതിൻ്റെ പേജ് നമ്പറൊക്കെ മെൻഷൻ ചെയ്യുക. എത്രയാണ് വരുന്നത്? ടേബിൾ 19 പേജ് നമ്പർ 73 IS 800. ഓക്കെ, മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഗിവൺ ഡേറ്റയിൽ വരുന്നതാണ്. ഇനി അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗ്രേഡ് തന്നിട്ടുണ്ട്. എത്രയാണ് ഗ്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഗ്രേഡ് 4.6 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4.6-ൽ നിന്ന് FU ബോൾട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ FI ബോൾട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ FU ബോൾട്ട് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന 4.6-ൽ നിന്ന് 4 എടുക്കുക. 4 × 100 എത്ര വരും? 400 MPa. ഇത് അറിഞ്ഞിരിക്കണം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി ഗ്രേഡ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അസ്യൂം ചെയ്തങ്ങ് എടുത്താൽ മതി. FI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കിട്ടിയ എന്താണ് 400, ആ 400 × ഇവിടുത്തെ 0.6 ചെയ്യുന്ന സമയത്ത് നമുക്ക് 240 MPa എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് FU ബോൾട്ടും കിട്ടി, FI ബോൾട്ടും കിട്ടി. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്ലേറ്റിൻ്റെത്. ഡയറക്റ്റിൻ്റെ ക്വസ്റ്റ്യനെ അവർ പറഞ്ഞിട്ടുണ്ട് FU പ്ലേറ്റ് എന്ന് പറയുന്നത് 450 MPa ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്റ്റെപ്പ് 1 ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ടിൻ്റെ ഷിയർ കപ്പാസിറ്റി. അപ്പോൾ അതിൻ്റെ ഷിയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
പേജ് നമ്പർ 75 ക്ലോസ് 10.3.3 എടുക്കാം. ഇതാണ് പേജ് നമ്പർ 75 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേജ് നമ്പർ 75-ലെ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട്, ഈ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ടിൽ VDSB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ VDSB കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി VNSB ബൈ ഗാമ MP ആണ് വരുന്നത്. അതിൽ VNSB കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ FU/√3 NN ANB പ്ലസ് NS ASB. ഇതിൽ NN NS ANB ASB ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഗാമ MP എന്ന് പറയുന്നതും കണ്ടുപിടിക്കേണ്ടതില്ല, പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതല്ല. ഗാമ MPയുടെ വാല്യൂ പേജ് നമ്പർ 30 ടേബിൾ 5-ൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ FUൻ്റെ നമുക്ക് അറിയാം, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ദെൻ NN NS ANB ASB ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ NN എന്ന് പറഞ്ഞാൽ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഷിയർ പ്ലെയിൻ ആണ്. ഓക്കെ, പ്ലെയിനിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ത്രെഡിൽ ഷിയർ വരുന്ന പോർഷനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ജോയിൻറ്റ് വരുന്ന പാർട്ടാണ്. 2 പ്ലേറ്റ്സ് തമ്മിൽ തിക്നെസ് പ്ലേറ്റ്സ് തമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ ഉണ്ടാവുന്ന ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ത്രെഡിലെന്ന് പറഞ്ഞാൽ 1 ആയിട്ടായിരിക്കും വരുന്നത്. ഷാങ്കിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 0, ലാബ് ജോയിൻ്റ് ആയതുകൊണ്ട്. ഇതേപോലെ തന്നെ സിംഗിൾ ബട്ടിലും ഇത് തന്നെയാണ് കണ്ടീഷൻ വരുന്നത്. ഡബിൾ ബട്ട് വരുമ്പോൾ NSഉം 1 ആയിട്ട് മാറും. അപ്പോൾ NN 1 ആണ്, NS 0 ആണ്. എന്ന് വെച്ചാൽ ത്രെഡിൽ വരുന്നത് 1ഉം ഷാങ്കിൽ വരുന്നില്ല, അതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, NS എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻ വിത്തൗട്ട് ത്രെഡ് ഇൻ്റർസെപ്റ്റിംഗ് ദ ഷിയർ പ്ലെയിൻ. NN നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് വിത്ത് ത്രെഡ്സ് ഇൻ്റർസെപ്റ്റിംഗ് ദി ഷിയർ പ്ലെയിൻ. അതിൻ്റെ വാല്യൂ ആയി. ഇനി നമുക്ക് എന്തിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്? ANBയും ASBയും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ANB ASB കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ASB കാൽക്കുലേറ്റ് ചെയ്യാം. ASB എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നോമിനൽ പ്ലെയിൻ ഷാങ്ക് ഏരിയ ഓഫ് ദി ബോൾട്ട്. ഷാങ്കിൻ്റെ ഏരിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് ഷാങ്ക് ആണ് ASB. അതിൻ്റെ ഇക്വേഷൻ π/4 × d² എന്ന് പറഞ്ഞാൽ π/4 × 20² ആണ് വരുന്നത്. 314 സംതിങ് നമുക്ക് കിട്ടും. ഓക്കെ, ചെയ്യാം. ഇപ്പം പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അടുത്തത് ANB. അപ്പോൾ നമ്മൾ ASB കാൽക്കുലേറ്റ് ചെയ്തു. ASB കാൽക്കുലേറ്റ് ചെയ്താൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ANB കാൽക്കുലേഷൻ. ANB കിട്ടുക എന്ന് പറഞ്ഞാൽ ANB എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ത്രെഡാണ്. ത്രെഡിൻ്റെ ഏരിയ ഓഫ് ദ ബോൾട്ട് അറ്റ് ത്രെഡ് പോർഷനിലുള്ള ഏരിയയാണ് ANB എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ π/4 × ASB ചെയ്താൽ മതി. അപ്പോൾ π/4 × ASB എന്ന് പറഞ്ഞാൽ 314.16. സോ നമുക്ക് ഏകദേശം ഒരു 245 അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, 245 mm² എന്നാണ് കിട്ടിയത്. നമ്മൾ അൺനോൺസ് എല്ലാം ആയല്ലോ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗാമ MPയുടെ വാല്യൂ എവിടെ നിന്നാണ് എടുക്കുന്നത്? പേജ് നമ്പർ 30. അപ്പോൾ പേജ് നമ്പർ 30 നോക്കാം. ഇതാണ് പേജ് നമ്പർ 30. പേജ് നമ്പർ 30 ടേബിൾ 5 നോക്കാം. ഇതിൽ ഗാമ MPയുടെ വാല്യൂ, ബോൾട്ട് ബിയറിംഗ് ടൈപ്പ് ഗാമ MP എന്ന് പറയുന്നത് എന്താണ്? 1.25 ആണ് വാല്യൂ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ആൻസറാണ് എഴുതുന്നത്. VDSBയുടെ വാല്യൂ 45.26 ഓർ 46 അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ പോയിന്റിലുള്ള വ്യത്യാസം വരും. കാരണം നമ്മൾ ചെയ്യുമ്പം ചിലർ പോയിന്റിന് ശേഷം 1-2 പോയിന്റ്സ് കൺസിഡർ ചെയ്യും, ചിലർ കൂടുതൽ ഫുള്ള് നമ്മൾ കാൽക്കുലേറ്റർ കിട്ടുന്നത് വെച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് 45-46 റേഞ്ചിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? VDSBയുടെ വാല്യൂ കിട്ടുന്നത് എന്ന് വെച്ചാൽ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ടാണ്. ബോൾട്ടിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് പേജ് നമ്പർ 75 തന്നെ ക്ലോസ് 10.3.4 ആണ്. ഓക്കെ, ഇതാണ് പേജ് നമ്പർ 75. നമ്മൾ നേരത്തെ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലെ അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. VDPB = VNPB/ഗാമ MP. ഗാമ MP എന്താണെന്ന് അറിയാം. ഇനി VNPB കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 2.5 KB DT FU. FU എന്താണെന്നറിയാം, T എന്താണെന്നറിയാം, D എന്താണെന്നറിയാം. നമുക്ക് KB ആണ് അറിഞ്ഞിടാത്തത്. KB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഇക്വേഷൻ 4 ഇക്വേഷൻസ് ചെയ്യുന്ന സമയത്ത് KB കിട്ടും. Eയും Pയും എന്ന് പറഞ്ഞാൽ E എൻഡ് ഡിസ്റ്റൻസ്, P പിച്ച് ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നെ FU എന്താണെന്നൊക്കെ തന്നിട്ടുണ്ട്. അതേ വാല്യൂ നമുക്ക് കിട്ടിയത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൽ KBയിൽ ഒരു പുതിയ ടേമാണ് Eയും Pയും എന്ന് പറയുന്നത്. ഒന്നേ Eയും Pയും അസ്യൂം ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ Eക്കും Pക്കും ഒരു ഫോർമുലയുണ്ട്, അത് യൂസ് ചെയ്ത് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക്
വാലുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇക്കും പിക്കും ഒക്കെ പ്രത്യേകം മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു മാർക്ക് വീതം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പി എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പിച്ച് കണ്ടുപിടിക്കാൻ 2.5 ഇൻറ്റു ടി ആണ്. അപ്പോൾ 2.5 നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ 20 വരും, 50 mm ആണ് വരുന്ന ആൻസർ. അടുത്ത എൻ്റെ ഡിസ്റ്റൻസ് ഇ എന്ന് പറഞ്ഞാൽ 1.7 ഡി നോട്ട്, ചില കേസിൽ 1.5 ഡി നോട്ട് എന്ന് വരും. അപ്പോൾ ഞാനിവിടെ 1.7 ഡി നോട്ടാണ് എടുക്കുന്നത്. 1.7 ഇൻറ്റു 20 37.4 ആണ്. ഇനി ഇതിൽ കൂടെ ഒരു കാര്യം പറയാം, നമുക്ക് കിട്ടിയത് 37.4 ആണ്. ഒന്നേ ഇങ്ങനെ ഇട്ടേക്കാം, ഇല്ലെങ്കിൽ ഇതിനെ റൗണ്ട് ചെയ്ത് 40 mm ആയിട്ട് എടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല, കൂടുതൽ ബെറ്റർ 40 mm ആയിട്ട് എടുക്കുന്നതായിരിക്കും. കാരണം നമ്മൾ പോയിന്റിൽ വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിനേക്കാളും ഒരു റൗണ്ടഡ് ഫിഗർ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ പിക്കും ഇക്കും ഓരോ മാർക്ക് വീതം ഉണ്ട്. അപ്പോൾ അതിൽ അൺനോൺസ് എല്ലാം നമ്മൾ ആ ഒരു പോർഷനിലും ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ടിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും, ആ ഇക്വേഷൻസിലിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, കാരണം ഗാമ എമ്പിയുടെ വാല്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 135.45 കിലോ ന്യൂട്ടൺ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കിട്ടുമ്പോൾ ന്യൂട്ടണിലാണ് കിട്ടുന്നത്, അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് കിലോ ന്യൂട്ടണിലോട്ട് എടുക്കുന്നത്. 135.45 കിലോ ന്യൂട്ടൺ. ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3. എന്താണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്? ബോൾട്ട് വാല്യൂ. ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. നമ്മുടെ ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ് വരുന്നത്? 45.26 അല്ലെങ്കിൽ 46 എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. വളരെ സിമ്പിളാണ്, ഇത് അറിഞ്ഞിരിക്കണം. കാരണം സ്റ്റെപ്പ് 2 അല്ല മൊഡ്യൂൾ 2 ഡിസൈൻ വരുന്ന സമയത്ത് സം കേസസ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ബോൾട്ടിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ലാപ്പ്, സിംഗിൾ കവർ ബഡ് ജോയിൻ്റ്, ഇത് രണ്ടും വരികയാണെങ്കിൽ സെയിം പാറ്റേൺ ആണ്. കാരണം അതിലാ കൂടെ വ്യത്യാസം ഈ എന്നും എൻ എസിൻ്റെ വാല്യൂവിൽ മാത്രമാണ് അവിടെ ഒരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എൻ എന്നിൻ്റെയും എൻ എസിൻ്റെയും വാല്യൂ ലാപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് ആയിക്കോട്ടെ, രണ്ടായാലും സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് രണ്ടായാലും എൻ എൻ 1 എൻ എസ് 0. ഡബിൾ കവർ ബഡ് ജോയിൻ്റ് എടുക്കുകയാണെങ്കിൽ, ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണെങ്കിൽ എൻ എൻ 1 എൻ എസ് 1, ഇതാണ് അവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ.